ശാന്തി അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോകുമ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും, വിശേഷിച്ച് ആരുടെയെല്ലാം ഓർമ്മകളാണോ അത് ബാബയ്ക്ക് നൽകുന്നു. ഇന്ന് വിശേഷിച്ച് ഭട്ടിയിൽ വന്നിരിക്കുന്ന ടീച്ചർ സഹോദരിമാരുടെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ നൽകിയപ്പോൾ ഇന്ന് വതനത്തിൽ ബാബ 3 ദൃശ്യങ്ങൾ എമർജ് ചെയ്തു. ഒരു ദൃശ്യത്തിൽ ലവ്ലീൻ അവസ്ഥ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: യോഗത്തിൻ്റെ അഥവാ യോഗിയുടെ അവസ്ഥ. മൂന്നാമത്തേതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പരാതികളുടെ അവസ്ഥ. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഈ 3 ദൃശ്യങ്ങൾ എമർജ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗഹനമായ രഹസ്യം എന്താണ്? ബാബ 1 സെക്കൻഡ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിലും പഴയ കാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഭക്തർക്ക് ലവ്ലീൻ അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് സ്നേഹത്തിൽ ലീനമായ അവസ്ഥ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിൽ വളരെയധികം മഗ്നം ആകുമായിരുന്നു. ദേവതമാരുടെ മുന്നിലും അവർക്ക് മഗ്നരൂപം ഉണ്ടായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ അത് യോഗത്തിൻ്റെ രൂപത്തിലായി അല്പം മാറി. ഓർമ്മിക്കുന്നത് സഹജ രീതിയിലായി. പിന്നെ ആ ഓർമ്മയും പതുക്കെ പതുക്കെ സഹജമായി ആയി അല്പം താഴേക്ക് വരാൻ തുടങ്ങി. പിന്നെ മൂന്നാമത്തേത് ബാബ കാണിച്ചതാണ് പരാതിയുടെ അവസ്ഥ. ബാബ പറഞ്ഞു, ബാബ ഈ സമയത്ത് തൻ്റെ ഭക്തരുടെ അടുത്തേക്കും പോകുന്നു, കുട്ടികളുടെ അടുത്തേക്കും പോകുന്നു. ഭക്തരുടെ അടുത്തും ക്ഷേത്രങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നു. വളരെ കാലമായി ബാബ ഇത് കാണുകയാണ്. ഭക്തരിലും മുൻപ് ഉണ്ടായിരുന്ന അത്രയും ഭാവന ഇല്ല. അവരുടെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ സങ്കല്പങ്ങൾ പരാതികളുടെ രൂപത്തിൽ ഭഗവാന്റെ മുന്നിൽ വയ്ക്കുന്നു. ഇങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ പറഞ്ഞു തരണം എന്നിങ്ങനെ പല പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ പറയുന്നു. ചിലപ്പോൾ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഇച്ഛയോ കാമനയോ പൂർത്തിയായില്ലെങ്കിൽ ഭഗവാനെയും കുറ്റം പറയുന്നതിന് മടിക്കുന്നില്ല. ബാബ പറഞ്ഞു, ഇതേപോലെ തന്നെ ബാബയുടെ വീട്ടിലും കുട്ടികൾ വരുമ്പോൾ തുടക്കത്തിൽ ഓർമ്മയുടെ അവസ്ഥ വളരെ ലവ്ലീൻ ആയിരിക്കും. വളരെ തേജോമയമായ പുരുഷാർത്ഥം നടക്കുന്നു. പിന്നെ പതുക്കെ പതുക്കെ ലവ്ലീൻ അവസ്ഥയിൽ നിന്നും സിമ്പിൾ രീതിയിലുള്ള ഓർമ്മയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ചിലപ്പോൾ ഓർമ്മിക്കുന്നു, ചിലപ്പോൾ ഓർമ്മിക്കുന്നില്ല. ബാബ പറഞ്ഞു, ഈ ഒരു അവസ്ഥയും ബാബ കുട്ടികളിൽ കാണുന്നുണ്ട്. പിന്നെ ബാബ മൂന്നാമത്തെ പരാതികൾ പറയുന്ന അവസ്ഥ കാണിച്ചു തന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇപ്പോൾ സമയമനുസരിച്ച് ടീച്ചേഴ്സ് വന്നിരിക്കുകയാണ്. ബാബ ഒരു നിമിഷം മൗനം ആയതിനു ശേഷം പറയുവാൻ തുടങ്ങി. കുട്ടി, പറയൂ, എന്താണ് പരാതികൾ എന്ന്. ഞാൻ പറഞ്ഞു, ബാബ, കുട്ടികളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ അങ്ങേക്കല്ലേ അറിയൂ. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, സമയമനുസരിച്ച് ഇപ്പോൾ എല്ലാ ബ്രാഹ്മണ കുട്ടികൾക്കും ഈ ഒരു പരാതി ഉണ്ടായിരിക്കുകയാണ്. എന്നിരുന്നാലും ബാബ ഇന്ന് വിശേഷിച്ച് ടീച്ചേഴ്സ് സഹോദരിമാരെ പ്രതി പറഞ്ഞു, കുട്ടി, ഏതെങ്കിലും പുത്രിമാർ ബാബയുടെ വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഉള്ളിൽ ഈ ഒരു സങ്കല്പം ഉണ്ടാകുന്നു. ബാബയുടെ സ്വന്തമായൊരു വീട് വേണം, സ്റ്റുഡൻസിനെയും അയക്കണം, സെൻറ്ററും സമൃദ്ധി ഉള്ളതാകണം. സഹോദരിമാരും കുട്ടികളും ഇങ്ങനെയുള്ള സങ്കല്പവുമായി ബാബയുടെ അടുത്ത് ഇരിക്കുന്നു. ബാബ ഇന്ന് അതിനെക്കുറിച്ച് വളരെ നല്ലൊരു കാര്യം കേൾപ്പിച്ചു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി,
തുടക്കത്തിൽ ദാദിമാർ വന്നു. അവർ തുടക്കം മുതൽ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും പാഠം പഠിച്ചു. ഉള്ളിൽ പരാതികളുടെ ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ത്യാഗം ചെയ്തു, തപസ്യ ചെയ്തു, ഒന്നിൽ മഗ്നമായി ഇരുന്നു. അപ്പോൾ അവസാന സമയം വരെയും ബാബ ദാദിമാർക്ക് ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും ഫലം നൽകി. എന്നാൽ വർത്തമാന സമയത്ത് ബാബ 4 ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഇതാണ്: പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള അനേകം പ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ നടക്കുന്നു. പ്രയത്നിക്കാതിരുന്നാൽ ഫലം ലഭിക്കില്ല എന്നല്ല. അഥവാ കുട്ടികളായി നിങ്ങൾ ബാബയെ പ്രതി സമർപ്പണമായെങ്കിൽ, ബലിയർപ്പണം ആയെങ്കിൽ, ഓരോ സെൻറ്ററിൻ്റെയും, അതായത് ബാബയുടെ വീടിൻ്റെയും ഉത്തരവാദിത്വം ബാബ എടുക്കുന്നു. കാരണം യജ്ഞം ബാബയാണ് രചിച്ചത്. എത്രയെല്ലാം സെൻറ്റേഴ്സ് ഉണ്ടോ അത് ബാബയുടേതാണ്. പുത്രിമാരായ നിങ്ങൾ നിമിത്തം മാത്രമാണ്. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. ഞാനും വളരെ സ്നേഹത്തോടെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബ ഈ പുത്രിമാരിൽ നിന്നും ഇതാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ത്യാഗവും തപസ്യയും ചെയ്യൂ. അതിനുശേഷം ബാബ കുട്ടികളുടെ ഓരോ പ്രകാരത്തിലുള്ള സങ്കല്പവും തീർച്ചയായും നിറവേറ്റുക തന്നെ ചെയ്യുന്നു. ബാബ എല്ലാ സഹോദരിമാരെയും വളരെ സ്നേഹത്തോടെ വദനത്തിൽ എമർജ് ചെയ്തതായി തോന്നി. ബാബ പറഞ്ഞു, ഭോഗിൻ്റെ സമയത്തും പല കുട്ടികളുടെയും ഓർമ്മകളും സങ്കല്പങ്ങളും ബാബയുടെ അടുത്ത് എത്തിച്ചേരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. പിന്നെ ആരുടെയെല്ലാം വിശേഷ ഓർമ്മകളുണ്ടോ അതെല്ലാം ബാബയ്ക്ക് നൽകുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ആ കുട്ടികളെ എമർജ് ചെയ്ത് മധുബനിലെ ഭോഗ് സ്വീകരിപ്പിക്കുന്നു. പിന്നെ ബാബ നിമിത്ത ടീച്ചേഴ്സ് സഹോദരിമാരായ നിങ്ങൾക്കേവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ഓർമ്മകൾ നൽകി. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.